2 വർഷം മുമ്പാണ് ഈ കേസ് ഫ്രെയിം ചെയ്തത്. 1 വർഷം മുമ്പ് 2024 ജനുവരി മാസം 5, 6, 7 തീയതികളിൽ ED അദ്ദേഹത്തെ ഡൽഹിയിലെ EDയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിപ്പിക്കുകയും അദ്ദേഹത്തോട് ഇത് സംബന്ധിച്ചുള്ള മൊഴിയെടുക്കുകയും ചെയ്തു. വളരെ വിശദമായി അദ്ദേഹത്തിന്റെ ഭാഗം EDയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയും അദ്ദേഹത്തിന് ഇതിൽ യാതൊരു പങ്കാളിത്തവുമില്ല എന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ 1 വർഷം മുമ്പ് അദ്ദേഹത്തെ 3 ദിവസത്തെ ചോദ്യത്തിന് ശേഷം വിട്ടയക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, അതേ കേസിൽ, അന്ന് ഫ്രെയിം ചെയ്ത കേസിൽ വേറെയും കുറെ ആളുകളെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ അറസ്റ്റ് ചെയ്ത ചില ആളുകളെ, പ്രത്യേകിച്ചും ഡൽഹിയിൽ അറസ്റ്റ് ചെയ്ത 3 പ്രവർത്തകന്മാരെ കോടതിയുടെ മുമ്പാകെ ഹാജരാക്കിയപ്പോൾ അവർ ജാമ്യാപേക്ഷ സമർപ്പിച്ചപ്പോൾ അവർക്കെതിരെ ED ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങളും വിശദമായി പഠിച്ച കോടതി ED ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും സത്യത്തോട് ബന്ധമില്ലാത്തതാണെന്നും ഇങ്ങനെ കെട്ടുകഥകൾ സൃഷ്ടിച്ച് പൗരന്മാരെ അന്വേഷണ ഏജൻസികൾ ഇങ്ങനെ അപായപ്പെടുത്താൻ പാടില്ല എന്നുള്ള താക്കീതോടുകൂടിയാണ് ഡൽഹിയിലെ ഹൈക്കോടതി ആ പ്രവർത്തകന്മാരെ വിട്ടയച്ചത്, അവരെ ജാമ്യത്തിൽ വിട്ടയച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, 2 വർഷം മുമ്പ് ഫ്രെയിം ചെയ്തൊരു കേസിൽ 1 വർഷത്തിന് ശേഷം MK ഫൈസിയെ ചോദ്യം ചെയ്ത് അതിൽ കഴമ്പില്ലെന്ന് കണ്ട് വിട്ടയച്ച ED, അതല്ലെങ്കിൽ അതേ കേസിൽ കോടതി മുമ്പാകെ ഹാജരാക്കി അവരെ തുറുങ്കിലടച്ചതിന് ശേഷം അവർ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ കോടതി തന്നെ ഇത് തെറ്റായ കേസാണെന്ന് വിധി പറഞ്ഞ, അല്ലെങ്കിൽ അങ്ങനെ നിരീക്ഷിച്ച കേസിൽ വീണ്ടും 1 വർഷത്തിന് ശേഷം MK ഫൈസി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് തന്നെ അവരിന്ന് വളരെ നാടകീയ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം 6:40 കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിന് പോയ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ MK ഫൈസി, അത് പോയത് ഇന്ന് ഈ ദിവസം 4-ാം തീയതി ഡൽഹിയിലെ ED ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിപ്പിച്ച അദ്ദേഹത്തിന് നിയമപരമായ രീതിയിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ കാര്യത്തെ അംഗീകരിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ നിയമ സംവിധാനത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ 1 വർഷം മുമ്പ് ചോദ്യം ചെയ്ത് വിട്ടേച്ചതാണെങ്കിൽ പോലും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ അത് ഒബേ ചെയ്തുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട് ED ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഡൽഹിയിലെത്തിയ അദ്ദേഹത്തെ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് നാടകീയത സൃഷ്ടിക്കുകയായിരുന്നു ED. എന്ന് മാത്രമല്ല, പത്രങ്ങൾക്ക്, ഏജൻസികൾക്ക്, അതുപോലെ മാധ്യമങ്ങൾക്ക് നൽകിയ റിപ്പോർട്ടിൽ അവർ പറഞ്ഞത് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തതാണ് എന്നാണ്. ദുരൂഹത സൃഷ്ടിക്കുന്ന രീതിയിൽ യാതൊരുവിധ സത്യത്തോട് ബന്ധമില്ലാത്ത ഒരു MK ഫൈസി അറിയുന്ന, അദ്ദേഹം കേരളക്കാരനാണ്, അദ്ദേഹം പാലക്കാട് ജില്ലക്കാരനാണ്, അദ്ദേഹം പട്ടാമ്പി നിയോജക മണ്ഡലത്തിലുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലവും അദ്ദേഹത്തിന്റെ വീടുമെന്ന് പോയി നോക്കിയാൽ ഈ രാജ്യത്ത് കണ്ണുള്ളവന്റെ ഏത് മനുഷ്യമനിയും ഒരു ചെറ്റക്കുടിൽ പോലുള്ള ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന അദ്ദേഹത്തിന് ED പോലുള്ള ഒരു അന്വേഷണ ഏജൻസിയുടെ, സാമ്പത്തിക അന്വേഷണ ഏജൻസിയുടെ യാതൊരുവിധ അന്വേഷണത്തിനും വിധേയമാകാൻ കഴിയുന്ന വിധമുള്ള യാതൊരുവിധ സാമ്പത്തിക ക്രമക്കേടുകളും നടത്തുന്ന ഒരു വ്യക്തിയല്ല എന്ന് ഒരു ഭൗതികമായി നോക്കുന്ന ഈ വ്യക്തിക്കും അത് സാധ്യമാവുന്ന, മനസ്സിലാവുന്ന ഒന്നാണ്. അങ്ങനത്തെയുള്ള ഒരു വ്യക്തിയെയാണ് കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് മോദി സർക്കാർ ഉദ്ദേശിക്കുന്നത് SDPI എന്ന് പറയുന്ന ഈ രാജ്യത്തെ മതനിരപേക്ഷ കക്ഷിയായ ജനാധിപത്യ പ്രസ്ഥാനമായ ഈ രാജ്യത്തെ പൗരന്മാരുടെ ജനകീയ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് സാധ്യമല്ല എന്നവരോട് ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ പോരാട്ടത്തെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിട്ടിയുടെ സ്വർഗത്തിൽ മാത്രമല്ല അതിന്റെ അപ്പുറത്തുള്ള നരകത്തിൽ കൂടിയാണ് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടെ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ നിറം നോക്കിയല്ല പൊരുന്നത്. നിങ്ങളുടെ നിറത്തേക്കാൾ അപ്പുറം നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകളാണ് ഞങ്ങൾക്ക് പ്രധാനം. ഈ രാജ്യത്തെ പൗരന്മാരെ, ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ, അവരുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ ഇല്ലാതാക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾക്കെതിരെ ധീരമായ ചെറുത്തുനിൽപ്പുമായി ഞങ്ങൾ മുന്നോട്ടുണ്ടാവും. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർക്കാൻ നിങ്ങൾക്കാവില്ല. അങ്ങനെ ആകാൻ നിങ്ങൾ തകർക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കെതിരെ ജനകീയമായ മുന്നേറ്റം നടത്താൻ ഈ രാജ്യത്തിന്റെ, ഇന്ത്യ രാജ്യത്തിന്റെ തിരുവോരങ്ങൾ ഈ കോഴിക്കോടല്ല, കേരളത്തിലല്ല, ഇന്ത്യ രാജ്യത്തിലെ 21 സംസ്ഥാനങ്ങളിലും ജനകീയമായ പിന്തുണയുള്ള
ജനകീയമായ പിൻബലമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് SDP എന്ന് ഇവിടുത്തെ ഭരണാധികാരികളോട് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ വൈകിയ വേളയിൽ ഈ രാജ്യത്തെ ഭരണകൂടത്തിന്റെ ഭീകരമായ ഫാസിസ്റ്റ് പ്രവർത്തനത്തിനെതിരെ ശക്തമായ താക്കീതുമായി SDP മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് MK ഫൈസിക്ക് എല്ലാവിധ പിന്തുണയും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് SDPI. പാർട്ടിയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗം മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ഏതാനും വാക്ക്. അതിൻ്റെ ഭാഗമാണ് ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ രാജ്യത്തിൻ്റെ മുഴുവൻ ഗ്രാമങ്ങളിലും നടന്നു ചെന്ന് പൗരവൽകൃതരായ രാഷ്ട്രവിഭവങ്ങളിൽ പങ്കാളിത്തമില്ലാത്ത, ഇവിടെ നീതി പറയുന്ന വികസനത്തിൻ്റെ വിഹിതം പറ്റാത്ത നിരക്ഷരരായ സാധാരണക്കാരായ ആളുകൾക്ക് രാജ്യത്തിൻ്റെ ഭരണഘടന പഠിപ്പിച്ച് ജനാധിപത്യ ബോധമുള്ളവരാക്കി മാറ്റി രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടേണ്ടതിൻ്റെ അവകാശത്തെക്കുറിച്ച് ധാരണ സൃഷ്ടിച്ച് ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് നായകത്വം വഹിക്കുന്ന ബഹുമാന്യനായ ഞങ്ങളുടെ നേതാവ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ ഭരണകൂട ഭീരുക്കൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ED സംബന്ധിച്ചെല്ലാം ഇവിടെ വിശദീകരിച്ചു. ED സ്വതന്ത്രമായ ഒരു അന്വേഷണ ഏജൻസിയല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പലപ്പോഴും പരാമർശിച്ചിട്ടുണ്ട്. ഒരു കാര്യം ED ഉപയോഗപ്പെടുത്തി ഈ രാഷ്ട്രീയ ചുവടുവെപ്പുകളെ പ്രതിസന്ധിയിലാക്കാമെന്ന് വ്യാമോഹിക്കുന്ന, അഥവാ ഈ രാജ്യത്തിന്റെ 93% വരുന്ന അവർണ ജനവിഭാഗത്തിന്റെ അധസ്ഥിതന്റെ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് പ്രതിജ്ഞ സൃഷ്ടിക്കാമെന്ന് വ്യാമോഹിക്കുന്ന സവർണ ഭരണകൂടത്തോട്, സംഘപരിവാർ ഫാക്ഷ്യത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, EDയുടെ ആ സംവിധാനം ഉപയോഗപ്പെടുത്തി ഞങ്ങളുടെ നേതാവിന് നിങ്ങൾ തടവറയിൽ വെക്കുന്ന, കസ്റ്റഡിയിൽ വെക്കുന്ന, കാരാഗ്രഹത്തിലടയ്ക്കുന്ന ഓരോ മിനിറ്റുകളിലും ഈ രാജ്യത്തിന്റെ അധസ്ഥിത രാഷ്ട്രീയത്തോട് ഐക്യദാർഢ്യപ്പെടുന്ന നായകത്വം വഹിക്കാൻ പ്രാപ്തമായ 1000 MK ഫൈസിമാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഭയപ്പെടുത്തി പിന്നോട്ടടിക്കാം എന്നത് ചരിത്രമറിയാത്ത നിങ്ങളുടെ വ്യാമോഹമാണ്. വളരെ കൃത്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇത് രാജ്യത്തെ SDP നേതാവിന്റെ മാത്രം പ്രശ്നമല്ല. ഇവിടെ സൂചിപ്പിച്ചു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ ഭാഗികമായിട്ടെങ്കിലും ചില പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചവർക്കെതിരെ, അഴിമതി പുറത്തു കൊണ്ടുവന്നവർക്കെതിരെ, സംഘപരിവാറിന്റെ ഹിഡൻ അജണ്ട തുറന്നു കാട്ടുന്നവർക്കെതിരെ, എന്റെ പ്രിയപ്പെട്ടവർ അറിയേണ്ട ആരാണ് ഈ സംഘപരിവാറിന് ഇരകളാകാത്തത്? ചേർത്ത് വായിക്കേണ്ടത്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 400 കോടി രൂപയുടെ കുഴൽപ്പണ ഇടപാട് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് BJPയുടെ ഓഫീസ് സെക്രട്ടറി 3 പത്രസമ്മേളനം നടത്തി. K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് വന്ന ഹവാല പണമാണ്. 1ഉം 2ഉമല്ല, 400 കോടി രൂപ. എന്റെ പ്രിയപ്പെട്ടവർ അറിയണം, അത് അന്വേഷിച്ച ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി EDയോട് രേഖാമൂലം ആവശ്യപ്പെട്ടു ED കേസെടുക്കണമെന്ന്. കേസെടുത്തിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഭാഗികമായിട്ടെങ്കിലും സ്വതന്ത്ര സ്വഭാവമുള്ള ഒരു സാമ്പത്തിക അന്വേഷണ ഏജൻസിയാണ് എങ്കിൽ, ഒരു കുറ്റാന്വേഷണ ഏജൻസിയാണെങ്കിൽ നാളിതുവരെ ഒരു RSSകാരന്റെ കേസെടുത്തിട്ടുണ്ടോ? ഒരു BJPക്കാരന്റെ കേസെടുത്തിട്ടുണ്ടോ? അത് മാത്രമല്ല, രാഷ്ട്രീയ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവരെ കള്ളക്കേസിൽ കുടുക്കി രാഷ്ട്രീയ അടിമകളാക്കി മാറ്റിയ അനുഭവമാണ് ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ളവരുള്ള സമീപനത്തിൽ, മഹാരാഷ്ട്രയിൽ സ്വീകരിച്ച സമീപനത്തിൽ ഉൾപ്പെടെ നമുക്ക് ബോധ്യം വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭയപ്പെടുത്തി, കീഴ്പ്പെടുത്തി രാഷ്ട്രീയ അടിമത്തം പേറുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാമെന്ന് വ്യാമോഹിക്കുമ്പോൾ അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, ഭയപ്പാടില്ലാത്ത, പട്ടിണിയില്ലാത്ത ഒരു ഇന്ത്യ നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്ന്. ആ സന്ദേശം ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഇന്ത്യയുടെ നിരക്ഷര ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പേരെടുത്ത് വിളിക്കാൻ പ്രാപ്തിയുള്ള, അനുഭവ സമ്പത്തുള്ള, നേതൃപാഠവുമുള്ള, നേതൃഗുണമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് MK ഫൈസിയെ നിങ്ങൾ കസ്റ്റഡിയിൽ വെക്കുന്ന ഓരോ നിമിഷവും ഭരണകൂടത്തോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്കെതിരെ ജനരോഷമുയർന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ ഭയപ്പെടൂല. ഞങ്ങളെ ഈ നിൽക്കുന്ന സംസ്ഥാന നേതാക്കളെ തുറുങ്കിലടക്കാൻ പറ്റും, കള്ളക്കേസെടുക്കാൻ പറ്റും. ഇത് കേരളമാണ്, ഇത് ഇന്ത്യയാണ്. ജനാധിപത്യ പോരാട്ടങ്ങളിലൂടെ ഒരു ഭരണഘടനയ്ക്ക് രൂപകൽപ്പന ചെയ്ത് അതിന് വിധേയമായി രാജ്യം ഭരിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിച്ച്
അതിനു വേണ്ട ചില നിയമക്രമങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു ജനാധിപത്യ ഇന്ത്യയാണ് ഈ രാജ്യത്തെ 93% വരുന്ന ജനവിഭാഗത്തിന്റെ സർവ്വ അവകാശങ്ങളെയും കവർന്നെടുത്ത് ജാതി പറഞ്ഞും ഉപജാതി പറഞ്ഞും അവരെ അടിമകളാക്കി നിങ്ങൾക്ക് സ്വസ്ഥമായി മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അതിനെതിരെ മാനവികതയുടെ, മനുഷ്യസ്നേഹത്തിന്റെ, ജനാധിപത്യത്തിന്റെ, ഭരണഘടനയുടെ, ഐക്യത്തിന്റെ, ഒരുമയുടെ, പ്രതിബദ്ധതയുടെ, അഖണ്ഡതയുടെ, ഏകത പറയുന്നു. ഞങ്ങൾ നിർഭയരാണ്. ഓരോ അറസ്റ്റുകളും ഞങ്ങൾക്ക് സമ്മാനിക്കുന്നത് നിർഭയത്വം മാത്രമല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങള് തെരുവോരങ്ങൾ രക്തസാക്ഷിത്വം കൊടുത്തുകൊണ്ട് അലങ്കൃതമാക്കിയ ദേശാഭിമാനികളെയാണ് ഞങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അത് സംഘപരിവാറിന് അനുഭവ സമ്പത്തുള്ളൊന്നല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെതിരെ എത്ര ആരോപണം വന്നാലും എത്ര സാമ്പത്തിക കുറ്റകൃത്യം വന്നാലും ചലിക്കാത്ത ഒരു നിയമം വ്യാജകഥയുണ്ടാക്കി MK ഫൈസിയെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. 3 പതിറ്റാണ്ടിലധികമായി ഫൈസി അറിയുന്നവരാണ് ഞങ്ങൾ. അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യം അറിയാം. ഒരു തെറ്റ് മാത്രമാണ് ചെയ്തത്. സാക്ഷ്യത്തിന് മുൻ ഞങ്ങൾ തലകുനിക്കില്ല എന്ന് പറഞ്ഞു. ഭരണകൂട ഭീകരത വേട്ടയാടിയാൽ നിവർന്നു നിന്നുകൊണ്ട് അരിതയുടെ കാട്ടാള് എന്ന് പറയാനുള്ള ജനാധിപത്യത്തിന് ആർജവമുണ്ട് എന്ന് പറഞ്ഞു. ജനങ്ങളോട് നിവർന്നു നിൽക്കണമെന്ന് പറഞ്ഞു. ഭരണഘടന പഠിക്കണമെന്ന് പറഞ്ഞു. രാജ്യത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അത്തരം ജനാധിപത്യ ബോധവൽക്കരണത്തിന്റെ ഇന്ത്യൻ നായകൻ, തത്തുല്യനില്ലാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് MK ഫൈസിക്കെതിരെ നിങ്ങളെടുത്ത കള്ളക്കേസ് പിൻവലിച്ചുകൊണ്ട് അദ്ദേഹത്തെ നിരുപാധികം വിട്ടയക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതല്ലെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ നിർഭയത്വത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് തടുക്കാൻ പറ്റാത്ത ദശലക്ഷക്കണക്കിന് MK ഫൈസിമാർ ഇന്ത്യയിൽ ഉയർന്നു വരും, ജനിച്ചു വീഴും, മനസ്സുമാർ രൂപപ്പെടുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിന് പാകപ്പെടുത്തുന്നതാണ് നമ്മുടെ ഭരണഘടന എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി. അസ്സലാമു അലൈക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ അഭിവാദ്യം ചെയ്തു. ബഹുമാനായ CPI ലത്തീഫ് സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, ഈ സായാഹ്നത്തിൽ ഇവിടെ എത്തിച്ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ റോയി അറയ്ക്കൽ, PR സിയാദ്, KK അബ്ദുൽ ജബ്ബാർ, അഡ്വക്കേറ്റ് AK സലാഹുദ്ദീൻ, റഷീദ് മരി, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കുമേരി അടക്കമുള്ള പ്രിയ സഹപ്രവർത്തകരെ, ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത ഊർജ്ജസ്വലരായ SDP പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാർ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, ഇന്ത്യയിൽ കഴിഞ്ഞ 16 വർഷക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അധസ്ഥിതരുടെയും അടിത്തട്ടുകാരുടെയും മനുഷ്യാവകാശങ്ങളും രാഷ്ട്രീയ അധികാരവും പുനഃസ്ഥാപിച്ചു കിട്ടാൻ സ്വന്തം ഭാഗതയെ നിർണ്ണയിക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പാർട്ടി രൂപീകരിച്ച് അതിന് കഴിഞ്ഞ 3 ടേമായി ദേശീയ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയിലെ ഏതൊരു അന്വേഷണ ഏജൻസിക്കും കൃത്യമായി അറിയാവുന്ന MK ഫൈസിയെ വളരെ ദുരൂഹമായി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ലോക ചരിത്രത്തിൽ, ഇന്ത്യ ചരിത്രത്തിൽ കഴിഞ്ഞ 11 വർഷക്കാലമായി ഇത്തരം ഫാസിസ്റ്റ് നിലപാടുമായി മുന്നേറുന്നൊരു ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും, സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്നൊരു ഭരണ സംവിധാനത്തിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ പറയൂ, ഒരു ഫൈസിക്ക് പകരം 1000 ഫൈസുമാരെ ഇന്ത്യയുടെ തെരുവിലേക്ക്, ജയിലിലേക്ക് പറഞ്ഞയക്കാൻ ഈ രാവിൽ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ ദേശീയ നേതാവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നട്ടലൊടിക്കാമെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ ഇന്ത്യ രാജ്യത്തിന് പടർന്ന് പന്തലിക്കുകയും ചെയ്യും. ചരിത്രത്തിൽ നമുക്ക് അനുഭവമുണ്ട്. ന്യൂറംബർഗ് നിയമ കാലഘട്ടത്തിൽ അങ്ങ് ഫാസിസ്റ്റ് ഹിറ്റ്ലറുടെ ഫാസിസ്റ്റ് ജർമ്മനിയിൽ നമ്മൾ കണ്ടതാണ്. രാജ്യത്ത്, ഇന്ത്യയിൽ നമുക്ക് നിദാനമായ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ അധികാരത്തെക്കുറിച്ച് സംസാരിക്കുന്ന, രാജ്യത്തെ പൗരാവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന, പ്രത്യേകമായി RSS 100 വർഷമായി കൊണ്ടു നടക്കുന്ന വംശീയ വിദ്വേഷത്തിന്റെ
ഏറ്റവും ഒടുവിലത്തെ ഭീകരമായ നിയമമായ വഖഫ് സംരക്ഷണ ഭേദഗതി ബില്ലിനെതിരെ ഇന്ത്യയിലെമ്പാടും, അത് ആന്ധ്രാപ്രദേശിലും ബീഹാറിലും കേരളത്തിലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ അണിനിരത്തിക്കൊണ്ട് സംഘപരിവാര ഫാസിസ്റ്റുകൾക്കെതിരെ നടത്തിയ ഒരു പ്രതിഷേധ സമരത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ നോമ്പ് കാലത്ത് ഡൽഹിയിൽ വെച്ച് ഞങ്ങളുടെ പ്രിയങ്കരനായ ബഹുമാന നേതാവിനെ അറസ്റ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ വിട്ടയക്കാൻ തയ്യാറാകണം. ഈ രാജ്യത്ത് മുട്ടിലെഴുന്ന ഒരു പ്രസ്ഥാനമല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. ഓരോ പ്രവർത്തകനും നട്ടലിൽ എഴുന്നേറ്റുകൊണ്ട് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ ജയിലറുകൾ നിറയ്ക്കാൻ തയ്യാറായി, രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ച പാഠം, ഞങ്ങൾ ഈ രാജ്യത്ത് വിധ്വംസ പ്രവർത്തനങ്ങളല്ല ഞങ്ങളുടെ പ്രവർത്തകരെ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ഈ രാജ്യത്തെ കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നതല്ല ഞങ്ങൾ രാജ്യത്തെ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 16 വർഷക്കാലമായി പ്രവർത്തിക്കുന്നത് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യയിൽ എഴുതിയുണ്ടാക്കിയ ഇന്ത്യൻ ഭരണഘടന രാജ്യത്തെല്ലാവർക്കും പ്രദാനം ചെയ്യുന്ന രാജ്യത്തെ തുല്യതയെക്കുറിച്ചാണ്, സമത്വത്തെക്കുറിച്ചാണ്, സാമൂഹ്യത്വത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന, ആ ഭരണഘടനാ വിരുദ്ധമായാണ് കഴിഞ്ഞ 11 വർഷക്കാലമായി അധികാരത്തേറിയ സംഘപരിവാരം പ്രവർത്തിക്കുന്നതെങ്കിൽ ഏതറ്റം വരെയും ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ ഇന്ത്യയുടെ തെരുവിൽ നിലയുറപ്പിക്കാൻ ഞങ്ങൾ ആർജവം കാണിക്കും. അത് ഒരു ഫാസിസ്റ്റ് ശക്തികളും ഏത് ശക്തികളും ഏത് സാമ്പ്രദായിക പാർട്ടികളും ഞങ്ങളെ വിരട്ടേണ്ട കാര്യമില്ല. ഞങ്ങൾ അവസാനമായി പറയുന്നു, ഈ പ്രതിഷേധം ഇന്ത്യയിലെ 23 സംസ്ഥാനങ്ങളിൽ ഇന്ന് ആർത്തലയ്ക്കുകയാണ്. ഈ പ്രതിഷേധത്തിന്റെ സ്വഭാവം കണ്ടുകൊണ്ട് ഭരണകൂടം ഏകപക്ഷീയമായി ഭരണഘടനാ വിരുദ്ധമായി രാജ്യത്തെടുത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുക എന്ന ഏറ്റവും ഫാസിസ്റ്റ് നീക്കത്തെ അവർ തിരുത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമായി ഇന്ത്യയിൽ ആഞ്ഞടിക്കും. അതിന്റെ തുടക്കമാണ് കോഴിക്കോട് നടന്നിരിക്കുന്ന ഈ പ്രതിഷേധ സംഗമം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വരും നാളുകളിൽ ഇത്തരം ഫാസിസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോയാൽ ഒരു പാർട്ടി എന്ന നിലയിൽ ഈ പാർട്ടി രാപ്പകൽ തെരുവിൽ നിലയുറപ്പിക്കാൻ തയ്യാറാണ്. അതിന് സമരസജ്ജരായി എന്റെ സമരസഖാക്കൾ, എന്റെ സഹപ്രവർത്തകർ, രാജ്യത്തെ പാടുപെടുന്ന പാർട്ടി അധസ്ഥിതരെയും പിന്നോക്കരെയും ന്യൂനപക്ഷങ്ങളിൽ സംഘടിപ്പിക്കുന്ന പോരാളികൾ പാർട്ടിയോടൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. നിർഭയത്വത്തോടെ ഞങ്ങൾ ഇതിനെയും അതിജീവിക്കും. നിങ്ങൾ ഓർത്തു വെക്കുക, ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് ഈ ഫാസിസ്റ്റ് വിരുദ്ധ നിയമങ്ങൾ, ഈ ഭരണഘടനാ വിരുദ്ധ മൂല്യങ്ങൾ എടുത്തെറിഞ്ഞുകൊണ്ട് ഇന്ത്യയെ തിരിച്ചു പിടിക്കുക എന്ന ഏറ്റവും ഉജ്ജ്വലമായ മുദ്രാവാക്യമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് ഈ വാറോല കാണിച്ചുകൊണ്ട്, എന്താണ് ഈ പേപ്പട്ടിയെ കാണിച്ചുകൊണ്ട്, ഇത്തരം വാറോലകൾ കാണിച്ചുകൊണ്ട്, ഇത്തരം അറസ്റ്റ് കാണിച്ചുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്താമെന്ന് നിങ്ങൾ കരുതണ്ട. ജയിലിലേക്ക് പോകാൻ തയ്യാറായാണ് ഞങ്ങളും വന്നിരിക്കുന്നത്. പക്ഷെ ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചുകൊണ്ട്, ഇന്ത്യയുടെ ജയിലുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് സാമൂഹിക ജനാധിപത്യത്തെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുമെന്ന് ഭരണകൂടത്തോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇവിടെ വന്ന മുഴുവൻ സമരഭടന്മാർക്കും ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളുകളിൽ നടക്കാൻ പോകുന്ന പ്രക്ഷോഭ സമരങ്ങൾക്ക് നിങ്ങൾ പാർട്ടിയോടൊപ്പം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. വിപ്ലവ അഭിവാദ്യങ്ങൾ. ജയ് ഭീം, ജയ് ഡെമോക്രസി. ദേശീയ പ്രവർത്തക സമിതി അംഗവും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ റോയി അറക്കൽ അഭിവാദ്യം ചെയ്തു. പ്രിയ മുസ്തഫ, ദേശീയ സംസ്ഥാന അധ്യക്ഷൻ ലത്തീഫ് സാഹിബ്, മൂവാറ്റുപുഴ മൗലവി, തുളസീധരൻ പള്ളിക്കൽ, അജ്മൽ ഇസ്മായിൽ, സിയാദ്, അൻസാരിയാനാത്ത്, പ്രിയ സഹപ്രവർത്തകരെ, സഹോദരിമാരെ, ജനാധിപത്യ മതേതര വിശ്വാസികളെ, നമ്മൾ ഇന്ന് നമ്മുടെ പ്രിയ നേതാവിന് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ ഏജൻസി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത ശരിയാണ്. പക്ഷെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അറസ്റ്റുകൾ മഹാന്മാർക്കുള്ളതാണ്. അറസ്റ്റുകൾ ചെയ്ത് ജയിലിൽ പോണത് മഹാന്മാരാണ്, നാളത്തെ ഭരണവർഗമാണ്, ഭരണാധികാരികളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്തു എന്നുള്ള ഭയപ്പാട് വലിയ ഒരു വിഷമം ഉണ്ടാക്കുന്നില്ല. പക്ഷേ എന്തിനാണ് ഇവിടെ അറസ്റ്റ്? എന്താണ് ഇവിടെ അദ്ദേഹം ചെയ്ത കുറ്റം? വാർത്ത വന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ അറസ്റ്റ് ചെയ്തു എന്നാണ്. ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴാണ് അദ്ദേഹത്തിന് ഇന്ന് രാവിലെ ED-യുടെ മുമ്പിൽ ഹാജരാകണമെന്ന് പറഞ്ഞു അതിനുവേണ്ടി പോയതാണ്.
അവിടെ പ്രചരിപ്പിക്കുന്നത് നുണയാണ്, പറയുന്നത് നുണയാണ്. ഫാസിസം എന്ന് പറഞ്ഞാൽ നുണയാണ്. ആ നുണ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഇന്ന് ഇന്ത്യ ഗവൺമെന്റിലെ 2 പേര്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അദ്ദേഹത്തിന്റെ ആജ്ഞകൾ അനുസരിച്ച് ഇന്ത്യ രാജ്യത്തെ ED ഡിപ്പാർട്ട്മെന്റും NIA ഡിപ്പാർട്ട്മെന്റും മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ MK മൈസിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോ ഇതിനു മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു, സോറൻ മുഖ്യമന്ത്രിയായിരുന്നു അറസ്റ്റ് ചെയ്തു. എന്തിനാണ്? BJP ഭയക്കുന്ന നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കുക എന്നുള്ളത് ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ് BJP ഗവൺമെന്റിന്റെ അജണ്ടയുടെ ഭാഗമാണ്. ED പേടി എന്നുള്ള ED പേടി ഞങ്ങൾക്കില്ല. ED എന്ന് പറയുമ്പോ ഭയപ്പെടുത്തുക, NIA എന്ന് പറയുമ്പോ ഭയപ്പെടുത്തുക. ആ ഭയപ്പാടല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അടിവരയിട്ട് പറയാം, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പെട്ടിക്കണ പ്രസ്ഥാനമല്ല. 21 സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. കേരളത്തിൽ നിന്ന് 2 വലതുവശത്ത് നിൽക്കുന്ന CP ലത്തീഫ് എന്ന് പറയുന്ന സംസ്ഥാന പ്രസിഡന്റ് ആഹ്വാനം ചെയ്താൽ കേരളം നിശബ്ദമാകും. നാളെ രാവിലെ 6 ലക്ഷം പ്രവർത്തകർ നാളെ തെരുവിലാകും. അതുകൊണ്ട് വെറും 4-3-7 ഇത് വെറുതെയാണ് എന്ന ഭയം വേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ വേണ്ട. അതിശക്തമായ അടിത്തറയുള്ള പാർട്ടിയുടെ കേഡർമാരാണ് കേരളത്തിൽ ഇന്ന്. കേരളത്തിൽ വ്യാപകമായി പ്രതിഷേധം നടക്കുന്നുണ്ട്. പ്രതിഷേധം ഇവിടെ മാത്രമല്ല, കേരളത്തിൽ വ്യാപകമായി നടക്കുക. ഇത് നാളെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ AG ഓഫീസിലേക്ക് നാളെ പ്രതിഷേധം നടക്കും. ഞങ്ങൾ പറയുന്നത് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ള മുടന്തന്നായ മാറ്റിവെക്കുക. ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നാളെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അധികാരത്തിന്റെ പങ്കാളിത്തത്തിൽ വരുമ്പോ, ഇന്ത്യയുടെ ഭരണവർഗത്തിൽ വരുമ്പോ നരേന്ദ്രമോദിയും അമിത്ഷായും ഇതുപോലെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരിക്കില്ല, കാരാഗ്രഹവാസത്തിലായിരിക്കും അവരുടെ ജീവിതമെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുക. അതിനൊരു മടിയുമില്ല. പകരമെങ്കിൽ പകരം. ഒരു കാര്യമില്ലാതെ രാഷ്ട്രീയ വൈരാഗ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയം കളിക്കുന്നത് പോലെയാ. അതിവിടെ നടപ്പാകില്ല. ഞങ്ങൾ ഒന്നുകൂടി പറയുന്നു, ഭയപ്പെടുത്തിക്കൊണ്ട് നേതൃത്വങ്ങളെ ജയിലിലടച്ചാൽ, കസ്റ്റഡിയിലെടുത്താൽ, കള്ളക്കേസുണ്ടാക്കിയാൽ ഭയപ്പെട്ടു പോകില്ല. അതിന് ശക്തമായ നേതൃത്വം അടിവരയിട്ട് 21 സംസ്ഥാനങ്ങളിലുണ്ട്. ആ 21 സംസ്ഥാനങ്ങളിലും ഈ പ്രവർത്തകർ ശക്തമായ സമരവുമായി രംഗത്തിറങ്ങിയാൽ ഭരണവർഗം വിഷമിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, MK മൈസിയെ എത്രയും വേഗം മോചിപ്പിക്കണം. അദ്ദേഹത്തിനെതിരെ എടുത്തിരിക്കുന്ന കള്ളക്കേസ് പിൻവലിക്കണം. ഇതാണ് ഞങ്ങൾക്ക് ഈ സമരത്തിലൂടെ ആവശ്യപ്പെടാനുള്ളത്. ഈ സായാഹ്നത്തില് ഇവിടെ നിൽക്കുന്ന ഒരു പ്രവർത്തകരും ഒരു വാഗ്ദാനം കൊടുത്തിട്ടില്ല, ഒരു വിധത്തിലുള്ള സാമ്പത്തിക നേട്ടം കൊടുത്തിട്ടില്ല, മറ്റു രീതിയിലുള്ള യാതൊരുവിധ സഹായങ്ങളും കൊടുത്തിട്ടില്ല. ഇവിടെ ആത്മാർത്ഥത, സത്യസന്ധത പുലർന്നുകൊണ്ടാണ് ഈ പ്രവർത്തകർ ഇവിടെ എത്തിയിരിക്കുന്നത്. അവരുടെ ക്ഷമയെ പരീക്ഷിക്കാതെ സമാധാനത്തോടുകൂടി ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് MK മൈസിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. കോഴിക്കോട് ജില്ലക്കാരൻ കൂടിയായ സംസ്ഥാന ട്രഷറർ മുസ്തഫ കുമ്മേരി, ഈ ധർണ ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് CP ലത്തീഫ് സാഹിബ്, മറ്റ് നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, റമദാനിൻ്റെ ഈ സായം സന്ധ്യയിൽ നമ്മളിവിടെ ഇങ്ങനെയൊരു പ്രതിഷേധത്തിന് ഒരുമിച്ച് കൂടേണ്ടി വന്നത് രാജ്യത്ത് കുറേ കാലമായി നിലനിൽക്കുന്ന ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ പരിണിത ഫലമായിട്ടാണ്. രാജ്യത്ത് ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ, രാജ്യത്തിൻ്റെ ഭരണഘടനാ വിരുദ്ധമായ നയങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന പാർട്ടികളെയും വ്യക്തികളെയും ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി, അല്ലെങ്കിൽ അറസ്റ്റിലൂടെയും ഭീഷണിയിലൂടെയും ഭയപ്പെടുത്തി മറ്റ് പ്രതിഷേധങ്ങളെ ഇല്ലായ്മ ചെയ്യുക
എന്ന ഉദ്ദേശത്തോടുകൂടി സംഘപരിവാരം രാജ്യത്ത് നടപ്പിലാക്കുന്ന ഇത്തരം നയങ്ങൾക്കെതിരെ ഇത് കേവലമായിട്ടുള്ള SDP-യുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനകളുടെയോ ന്യൂനപക്ഷ ദലിത് വിഭാഗങ്ങളുടെയോ മാത്രം പ്രശ്നമല്ല, മറിച്ച് എതിരിടുന്ന BJP-യെ എതിർക്കുന്ന ഏതൊരു ആളെയും, ഏതൊരു നേതാവിനെയും, ഏതൊരു കക്ഷിയെയും പാർട്ടിയെയും രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം MK ഫൈസിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുള്ളത് ഇവിടെ പ്രാസംഗികർ മുഴുവൻ സൂചിപ്പിക്കുകയുണ്ടായി. രാജ്യത്തെ BJP-ക്കെതിരെ ശബ്ദിക്കുന്നവരെ മുഴുവനും ഇല്ലാതാക്കി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഇനി ഉയരാൻ സാധ്യതയുള്ള പ്രതിഷേധങ്ങളെ പോലും ഭയപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളോട് നമുക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള അറസ്റ്റുകളും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കണ്ട് നമ്മൾ ഒരിക്കലും ഭയപ്പെട്ടു പോകരുത്. കാരണം നമ്മുടെ പാരമ്പര്യം അതല്ല. നമ്മുടെ രാജ്യത്ത് 200 വർഷക്കാലത്തോളം നമ്മൾ അടിമകളാക്കി ഭരിച്ചിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ഭീകരർ നമ്മുടെ രാജ്യം ഭരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഈ രാജ്യത്ത് നമുക്ക് നാട് കടത്താൻ നമുക്ക് സാധ്യമായിട്ടുണ്ട് എങ്കിൽ ഈ സംഘപരിവാര ശക്തികളെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിലോ മറ്റ് അത്തരത്തിലുള്ള നന്മകൾക്കൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള പങ്കും വഹിച്ചിട്ടില്ലാത്ത, രാജ്യത്തിന്റെ നിർമ്മിതിയിൽ ഒരു പങ്കാളിത്തവും അവകാശപ്പെടാനുള്ള ഇല്ലാത്ത ഒരു പാർട്ടി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നമ്മൾ സ്വാഭാവികമായി നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള ഊർജമായി ഇത്തരം പ്രതിഷേധങ്ങൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് സോഷ്യൽ ഡെമോക്രസി. നന്ദി പറയുന്നതിന് വേണ്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് K. ജലീൽ സഖാഫി. ഈ പ്രതിഷേധം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി, ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് CPA അബ്ദുൽ ലത്തീഫ് സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇവിടെ പരാമർശിച്ചതുപോലെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ അധ്യക്ഷൻ MK ഫൈസി സാഹിബിനെ ഇന്ന് ED അന്യായമായി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു ദശകകാലത്തിലധികമായി ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ് ED. ED-യാൽ വേട്ടയാടപ്പെട്ട നിരവധി രാഷ്ട്രീയ നേതാക്കൾ നമ്മളുടെ രാജ്യത്തുണ്ട്. ED-യെ ഉപയോഗപ്പെടുത്തി വേട്ടയാടി എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുവാൻ വേണ്ടിയാണ് BJP ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തെക്കുറിച്ചും പൗരാവകാശത്തെക്കുറിച്ചും മതനിരപേക്ഷതയെക്കുറിച്ചും ഉച്ചത്തിൽ സംസാരിക്കുന്നവരെല്ലാം BJP-യുടെ കണ്ണിൽ ശത്രുക്കളാണ്. മതനിരപേക്ഷതയും ജനാധിപത്യവും ഈ രാജ്യത്തിന്റെ അന്തസത്തയും ഉള്ളടക്കവുമാണ്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതായാലും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്ത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് തടയണ തീർക്കാനാണ് സംഘപരിവാർ ഫാഷിസത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് എങ്കിൽ, വിചാരിക്കുന്നത് എങ്കിൽ, ഏത് പ്രതിസന്ധികൾക്ക് മുന്നിലും ഉരുക്കുകോട്ടയായി നിലകൊള്ളുന്ന പാർട്ടിയുടെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി തീർത്തുകൊണ്ട് തളർത്തുവാൻ സാധ്യമല്ല. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്ന ഗവൺമെന്റിനോട്, അതിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യത്തെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഉയരും മുതലും സമർപ്പിക്കുവാൻ പ്രതിജ്ഞയെടുത്ത പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾ തീർത്തുകൊണ്ട്, ഭീഷണികൾ തീർത്തുകൊണ്ട് ഈ പാർട്ടിയെ നിങ്ങൾക്കൊരു ചുക്കും ചെയ്യുവാൻ കഴിയുകയില്ല. ഇവിടെ എന്തിന്റെ പേരിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്ന് കൃത്യമായി പറയാൻ ഗവൺമെന്റിന്റെ മുന്നിൽ, ഭരണകൂടത്തിന്റെ മുന്നിൽ ഒന്നുമില്ല എന്നുള്ളത് എല്ലാവരും അടിവരയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
നിരപരാധികളെ വേട്ടയാടി നിരപരാധികളെ അറസ്റ്റ് ചെയ്ത് രാജ്യത്തിന്റെ ജയിലുകൾ നിരപരാധികളാൽ നിറക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. എത്രയോ സഹോദരങ്ങൾ, എത്രയോ നിരപരാധികളായ സമര പോരാളികൾ രാജ്യത്തിന്റെ ജയിലകത്ത് സർവ്വവിധ മനുഷ്യാവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് മനുഷ്യാവകാശ ലംഘനത്തിന് വിധേയരായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും ആവർത്തിച്ചു പറഞ്ഞ, എല്ലാ നേതാക്കളും ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യത്തിന് ഞാനും അടിവരയിടുകയാണ്. ഈ അറസ്റ്റ് കൊണ്ട് രാജ്യത്തിന് പോരാളികളായ അനേകം ഫൈസിമാരെ സമർപ്പിക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്രതിഷേധം ഇവിടെ അവസാനിക്കുന്ന പ്രതിഷേധമല്ല, ഐതിഹാസികമായ പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത്. ഇവിടെ ഒരു ചെറിയ ആഹ്വാനം കൊണ്ട് ഈ റമദാനിന്റെ പരിശുദ്ധമായ രാത്രിയിൽ ഈ പ്രതിഷേധ ഭൂമികയിൽ ഒരുപാട് പ്രവർത്തകരെ അനായാസം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിയമപാലകന്മാരോട് ഞങ്ങൾ പറയുന്നു, എക്കാലത്തും നിങ്ങളുടെ ഫോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങളുടെ വെടിയുണ്ടകൾ ഉപയോഗിച്ചുകൊണ്ട് വിപ്ലവ വീര്യത്തെ തകർക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അത് വെറും മനപ്പായസം മാത്രമാണ്. സർവ്വതും സമർപ്പിക്കുവാൻ പ്രതിജ്ഞയെടുത്ത ഒരു ജനതയ്ക്ക് മുന്നിൽ നിങ്ങളുടെ ഒരു നിയന്ത്രണത്തിനും നിങ്ങളുടെ ഒരു തടസ്സത്തിനും യാതൊരു സ്ഥാനവും ഉണ്ടാകില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഏമാന്മാരോടുള്ള, നിങ്ങളുടെ മുതലാളിമാരോടുള്ള, നിങ്ങളുടെ തമ്പുരാക്കന്മാരോടുള്ള ഉത്തരവാദിത്തമാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം MK ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണിയാണ്, ചങ്കിലെ ചോരയാണ്. അദ്ദേഹത്തിന് വേണ്ടി ഈ പാർട്ടി നിലകൊള്ളും. ഈ പാർട്ടിയുടെ അവസാന പ്രവർത്തകൻ ബാക്കിയാകുന്നത് വരെ ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന് കോട്ടകെട്ടി ഞങ്ങൾ നിലകൊള്ളുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഐതിഹാസികമായ പോരാട്ടങ്ങളുടെ ദിനരാത്രങ്ങളാണ് നമ്മളുടെ മുന്നിൽ വരാനിരിക്കുന്നത്. കാരണം രാജ്യത്തിന്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യം 75 വർഷം ഇങ്ങനെ നിലനിന്നത് ഈ ഭരണഘടനയുടെ ബലത്തിലാണ്. ആ ഭരണഘടനയെ തകർത്തുകൊണ്ട് മനസ്പ്രീതി സ്ഥാപിക്കണം എന്ന് പറയുന്നവരാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അന്യായ വേട്ടകൾ പ്രതീക്ഷിക്കാം, അന്യായമായ അറസ്റ്റുകൾ പ്രതീക്ഷിക്കാം. അതിനെയെല്ലാം അഭിമുഖീകരിക്കുവാനുള്ള മാനസികമായ സന്നദ്ധതയിലേക്ക് നമുക്ക് മുന്നോട്ട് വരേണ്ടതുണ്ട്. ആ സന്നദ്ധതയുടെ ഒന്നാം ഘട്ടമാണ് ഇത് എന്ന് മാത്രം ഇവിടെ സൂചിപ്പിക്കുന്നു. ഐതിഹാസികമായ ശക്തമായ പ്രതിഷേധങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഈ ധർണ ഇത്ര നേരവും നിയന്ത്രിച്ച പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി ഈ പ്രതിഷേധം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ലത്തീഫ് സാഹിബ്, ഇവിടെ സംസാരിച്ച പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ, ഇവിടെ സംസാരിച്ച റോയി അറക്കൽ, റഷീദ് ഉമ്മരി, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ഷമീർ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു പ്രതിഷേധത്തിന്റെ ആഹ്വാനം വന്നപ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടത്തേക്ക് ഇരിച്ചെത്തി ഈ പ്രതിഷേധത്തിന്റെ ഉജ്ജ്വലമായ ജ്വാലകൾ തീർത്ത പ്രിയപ്പെട്ട സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കർമ്മോത്സുകരായ പ്രവർത്തകർ, നിയമപാലകർ, ഇവിടെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ഈ പ്രതിഷേധ സംഗമം അവസാനിച്ചതായി അറിയിക്കും.